നമസ്തേ മമ പ്രിയ ഛാത്രാഹ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങളുടെ ഓണപരീക്ഷ എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ട ഈ പരീക്ഷയ്ക്ക് വേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ടിപ്സുകളും ഒക്കെ ആയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളുടെ മുന്നിൽ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക, ഫുൾ മാർക്ക് വാങ്ങിക്കുക. അപ്പം ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമുക്ക് സഹശബ്ദയോഗി തൃതീയ വിഭക്തി എന്ന ടോപ്പിക്കാണ്. സഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാവോ അല്ലെ? സഹ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹ എന്ന് പറഞ്ഞാൽ കൂടെ എന്നാണ് അർത്ഥം അല്ലെ? സഹ എന്ന് പറഞ്ഞാൽ കൂടെ. സഹശബ്ദയോഗി, സഹ എന്നൊരു ശബ്ദം കണ്ടാൽ, ആ ഒരു വാക്ക് കണ്ടാൽ എന്താണ്? അവിടെ തൃതീയ വിഭക്തിയാണ് വരുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ഏതാണ് വിഭക്തി? സഹ ശബ്ദയോഗി കാ വിഭക്തി എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഏത് വിഭക്തിയുടെ പേര് എഴുതും? തൃതീയ വിഭക്തി എന്ന് എഴുതണം. നമുക്ക് എത്ര വിഭക്തികളാണുള്ളത്? 7 വിഭക്തികൾ ഉണ്ടല്ലേ? വിഭക്തി വരെയുണ്ട്. അതില് 3ാമത്തെ വിഭക്തിയുടെ പേരാണ് തൃതീയ വിഭക്തി എന്നുള്ളത് അല്ലെ? അപ്പം സഹശബ്ദയോഗി തൃതീയ വിഭക്തി എന്നാണ്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം. ഒരു ഉദാഹരണാനുസാരം മഞ്ജുഷാതഃ പദാനി ക്രമീകൃത്യ ഉചിതം വാക്യം രചയത എന്നാണ് അല്ലെ? ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഈ വാക്കുകളെയൊക്കെ മാറ്റി എഴുതാനാണ് പറയുന്നത്. നോക്കാം, ഉദാഹരണം വായിക്കാം. ഗൗതമഃ ഗോകുലേന സഹ ഗ്രന്ഥാലയം ഗച്ഛതി എന്നാണ്. ഗൗതമൻ ഗോകുലനോടൊപ്പം എന്നാണ്. സഹ എന്ന് പറഞ്ഞാൽ കൂടെ, അല്ലെങ്കിൽ ഒപ്പം എന്നുള്ള അർത്ഥാണ്. കൂടെ എന്നാണ് നേരത്തെ പറഞ്ഞു തന്നത് അല്ലെ? അപ്പം ഒപ്പം എന്നുള്ള ഒരു അർത്ഥം നിങ്ങൾ ഇവിടെ എടുക്കണം. ഗൗതമഃ ഗോകുലേന സഹ എന്നാണ്. ഇവിടെ കുറച്ച് ഡാർക്ക് ആയിട്ട് എഴുതിയിട്ടുണ്ട് അല്ലെ? ഗോകുലേന എന്നുള്ളത്. ഇവിടെ ഗോകുലഹ എന്ന വാക്കുണ്ട് അല്ലെ? ഗോകുലഹ എന്ന വാക്ക് ഈ ബോക്സിലുണ്ട്. അതിനെ നമ്മൾ മാറ്റി എഴുതി. ഗോകുലഹ എന്നത് എന്താക്കി മാറ്റി? ഗോകുലേന എന്നാക്കിയിട്ട് മാറ്റി അല്ലെ? ഗോകുലേന സഹദ, നമ്മുടെ വാക്ക് സഹ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒപ്പം അല്ലെങ്കിൽ കൂടെ എന്നാണ്. ഗൗതമൻ ഗോകുലനോടൊപ്പം ഗ്രന്ഥാലയം ഗച്ഛതി. എവിടേക്കാണ് പോകുന്നത്? ഗ്രന്ഥാലയത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ഇനി നോക്കുക, അടുത്തത് നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞു. ഗൗതമഃ ഗോകുലഹ എന്ത് ചെയ്യും? നമ്മള് ഗോകുലേന എന്നാക്കണം അല്ലെ? ഗോകുലേന എന്നാക്കണം, ചേർത്തു മാറ്റി നമ്മൾ അല്ലെ? ഗോകുലേന സഹ ഗ്രന്ഥാലയം ഗച്ഛതി എന്നാക്കി മാറ്റി. ഇനി നമ്മൾ അടുത്ത വാക്യത്തിലേക്കാണ് പോകുന്നത്. നീലിമ എന്ന് അവിടെ ഉണ്ട് അല്ലെ? നീലിമ ജനകഹ എന്നാണ്. അപ്പൊ നമ്മൾ ജനകഹ എന്നുള്ളത് എന്താക്കി മാറ്റണം? ഗോകുലഹ എന്നുള്ളത് നമ്മൾ ഗോകുലേന എന്നാക്കി മാറ്റി. ജനകഹ ജനകേന എന്നാക്കിയിട്ട് മാറ്റണം. ജനകേന സഹ ആപണം ഗച്ഛതി. നീലിമ ആരോടൊപ്പമാണ് ഷോപ്പിലേക്ക് പോകുന്നത്? അച്ഛനോടൊപ്പം എന്നാണ് കേട്ടോ. നീലിമ അച്ഛനോടൊപ്പം ഷോപ്പിലേക്ക്, ആഭരണത്തിലേക്ക് ഗച്ഛതി എന്നാണ്, പോകുന്നു എന്ന് പറയുന്നു. ഇനിയോ ജ്യേഷ്ഠഃ അനുജഃ. ജ്യേഷ്ഠഃ അനുജേന, അനുജഃ എന്നുള്ളത് അനുജേന സഹ എന്നാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ജ്യേഷ്ഠഃ എന്നാണ് കേട്ടോ. ജ്യേഷ്ഠഃ എന്നുള്ള ഒരു വാക്ക്. ജ്യേഷ്ഠഃ അനുജേന സഹ ഉദ്യാനം ഗച്ഛതി. ജ്യേഷ്ഠൻ അനുജനോടൊപ്പം. അനുജഃ എന്നുള്ളത് എന്തായിട്ട് മാറും? അനുജേന എന്നായിട്ട് മാറും. ജനകഃ എന്നുള്ളത് നമ്മൾ ജനകേന എന്നാക്കി. അങ്ങനെയാണെങ്കിൽ അനുജഃ എന്താവും? അനുജേന എന്നായിട്ട് മാറും അല്ലെ? അനുജേന സഹ ഉദ്യാനം ഗച്ഛതി, പൂന്തോട്ടത്തിലേക്ക് പോകുന്നു എന്നാണ് ഇവിടെ എഴുതാം അല്ലെ? ഗൗതമഃ ഗോകുലേന സഹ, നീലിമ ജനകേന സഹ എന്നാണ്, ജനകനോടൊപ്പം എന്നാണ്. ജ്യേഷ്ഠഃ എന്നുള്ളത് എന്താവും? ജ്യേഷ്ഠൻ ആരോട് കൂടെയാണ്, ആരോടൊപ്പമാണ് പോകുന്നത്? അനുജേന എന്നാണ് കേട്ടോ. അനുജേന സഹ എന്നാണ്. അനുജേന സഹ ഉദ്യാനം ഗച്ഛതി എന്നാണ്. ശരി, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സഹ കണ്ടാൽ അത് നമ്മൾ മാറ്റി എഴുതണം. കൂടെ ഏതാണ് വിഭക്തി വരിക? തൃതീയ വിഭക്തിയാണ് വരുന്നത് എന്ന് ഓർക്കാം. ഇനി ടീച്ചർ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ പറയാം. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നിങ്ങനെ നമുക്ക് എന്താണ് 3 ലിംഗങ്ങളാണ് സംസ്കൃതത്തിലുള്ളത് അല്ലെ? അപ്പൊ പുല്ലിംഗത്തിൽ എങ്ങനെയാണ് തൃതീയ വിഭക്തിയിലേക്കാക്കി മാറ്റുന്നത് എന്ന് നോക്കാം. ഗോപാലഹ എന്ന ഒരു വാക്കിനെ, ആ ഒരു പേരിനെ നമ്മൾ എങ്ങനെയാണ് തൃതീയ വിഭക്തിയിലേക്ക് മാറ്റുന്നത്? ഗോകുലേന എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? അതുപോലെ ഗോപാലഹ എന്നുള്ളത് ഗോപാലേന എന്നാക്കിയിട്ട് മാറ്റണം. ബാലകഹ ബാലകേന, രാമഃ രാമേണ, വൃക്ഷഃ വൃക്ഷേണ എന്നാണ് അല്ലെ? അപ്പം ഗോപാലഹ ഗോപാലേന,
അല്ലെ? നേരത്തെ നമ്മൾ ഗോകുലഹ പറഞ്ഞു, ഗോകുലേന എന്നാക്കിയിട്ട് മാറ്റി അല്ലെ? ഇനി സ്ത്രീലിംഗത്തിൽ എങ്ങനെ വരും നോക്കാം. ബാലിക എന്നുള്ളത് എന്താവും? ബാലികയാ എന്നാവും. ബാലികയാ സഹ വനം ഗച്ഛതി എന്നാണ് കേട്ടോ. അങ്ങനെ സഹ വരുമ്പോ ബാലിക എന്നുള്ള സ്ത്രീയെ നമ്മൾ തൃതീയ വിഭക്തിയിൽ എങ്ങനെയാക്കും? ബാലികയാ എന്നാക്കിയിട്ട് മാറ്റും. ദേവിക, ദേവികയാ. ഈസിയാണ് അല്ലെ? വാണി എന്നുള്ളത് ചെറിയൊരു മാറ്റം വരും. എങ്ങനെയാണ്? വാണി, വാണ്യ എന്നായിട്ടാണ് മാറുന്നത് കേട്ടോ. ശരി, ദേവി എന്തായിട്ട് മാറും? ദേവ്യ എന്നായിട്ടാണ് മാറുന്നത്. ദേവി, ദേവ്യ എന്നാവും. ഇനി നപുംസകലിംഗം സിമ്പിൾ ആണ്, നോക്കാം. പത്രം എന്ന് പറഞ്ഞാൽ നപുംസകലിംഗാണ് അല്ലെ? അതിനെ പത്രേണ എന്നാണ് പറയുന്നത്. മിത്രം, മിത്രേണ. നേത്രം, നേത്രേണ. ചക്രം, ചക്രേണ എന്നായിട്ടാണ് മാറുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇതൊക്കെ തൃതീയ വിഭക്തിയിൽ വരുന്ന വാക്കുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം സഹ എന്ന വാക്കിന്റെ കൂടെ ഏത് വിഭക്തിയാണ് വരുന്നത് എന്നൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അയക്കണം തീർച്ചയായിട്ടും. സഹയോഗേ കാ വിഭക്തി ആഗച്ഛതി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് അയക്കുക, ഏതാണ് വിഭക്തി എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോവുക. ഇനി വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ധന്യവാദ.